ഹലോ വെൽക്കം ടു ചിപ്പിക്കുട്ടി ആൻഡ് മീ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മത്തിക്കറി, മലബാർ സ്റ്റൈൽ മത്തിക്കറി വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മത്തി വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാളം പുളി നമ്മളൊരു 3 പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമ്മൾ തീയൊക്കെ കത്തിച്ച് ചട്ടി വയ്ക്കുക. നമ്മൾ ചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ട് ഇട്ടാലേ കടുക് വേഗം പൊട്ടത്തുള്ളൂ കേട്ടോ. അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉലുവ എന്തിനാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തിക്ക് ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ ആ മണത്തിന് ഒരു ശകലം കമ്മി ഉണ്ടാവും കേട്ടോ. അതാണ് അമ്മ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാ ഉലുവ ഇടണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ശകലം അതിൻ്റെ സ്മെല്ലിനൊരു കുറവുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് 3 ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചുവന്ന കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് വരിക. നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മത്തിക്കറി വയ്ക്കുക എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നമ്മളിങ്ങനെ സിമ്പിൾ സ്റ്റൈലിലാണ് വയ്ക്കുക. നിങ്ങളെങ്ങനെയാണ് വയ്ക്കുക എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മത്തിക്കറി വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കരിയാതെ നോക്കണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കരിയാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കരിയാതെ നോക്കണേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിയുടെ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കരിയാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി എല്ലാം ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിയോ ഇതൊന്നും വാടില്ല, വെളുത്തുള്ളിയൊന്നും വഴന്ന് കിട്ടില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് തക്കാളി ലാസ്റ്റ് ഇടുന്നത്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി അങ്ങനെ വാടണമെന്നില്ല കേട്ടോ. നമ്മളിപ്പം ഇതിലിട്ടതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അത് കുറച്ച് തിളയ്ക്കുന്ന സമയത്ത് തക്കാളി ഓൾറെഡി അത് വെന്തോളൂ കേട്ടോ. നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിവെള്ളം പുളി ഇട്ടിരുന്നല്ലോ വെള്ളത്തിൽ, അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ. പുളിയൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുക. അമ്മയാണ് കേട്ടോ കറി വയ്ക്കണേ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അമ്മയുടെ സ്റ്റൈല് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. ഞാനിവിടെ വന്നതിന് ശേഷമാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുക, എനിക്ക് മീനിൻ്റെ കഷ്ണങ്ങളിടാം. മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വലിയ മീനായിരുന്നു കേട്ടോ. മത്തി നല്ല വലുതായിരുന്നു കേട്ടോ. ഇപ്പം കുറേ ദിവസമായിട്ട് മത്തി കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം കിട്ടിയപ്പോൾ നല്ല മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. വറുത്തിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വെറുതെ വായിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് എല്ലാ മീനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായിട്ട് വീണ്ടും ഒന്ന് വെട്ടി തിളപ്പിക്കട്ടെ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി നിൽക്കും കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുക കേട്ടോ. തേങ്ങ അരച്ചൊഴിച്ചാലും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ തേങ്ങ അരയ്ക്കാതെ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ നമ്മുടെ സമാധാനത്തിന് വേണ്ടി കുറച്ച് നേരം കൂടി തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കറി ഒന്നുകൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്ര കറി ഉണ്ടായിരുന്നാൽ വറ്റി 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 ഇത്രയായിട്ടോ. നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ചിലപ്പോൾ തേങ്ങ അരച്ചൊഴിക്കും. തേങ്ങ അരച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.